റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം നഗരത്തിൽ കുളവും നിലവും നികത്തുന്നു. കമലേശ്വരം കല്ലാട്ടുമുക്കിൽ 1 ഏക്കറിലേറെ വരുന്ന കുളമാണ് നികത്താൻ തുടങ്ങിയത്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട നിലവും തണ്ണീർത്തടവും നികത്തുന്നതിനെതിരെ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത ശേഷവും കുളം നികത്തുന്നത് തുടരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വില്ലേജ് ഓഫീസർ തഹസിൽദാർക്കും പോലീസിലും റിപ്പോർട്ട് നൽകി. റവന്യൂ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഇതേ വില്ലേജിലാണ് മുൻ ചീഫ് സെക്രട്ടറി രാമചന്ദ്രൻ നായരുടെ മകന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ അനധികൃത നികത്ത് റിപ്പോർട്ട് പുറത്തുകൊണ്ടുവന്നത്. ടി.വി. പ്രസാദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ടി.വി. പ്രസാദ്, സ്റ്റോപ്പ് മെമ്മോ നൽകി, പക്ഷേ അതിനുപോലും ഒരു പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് നികത്തൽ തുടരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ അതിനുശേഷം റിപ്പോർട്ട് അടക്കം പോലീസിനടക്കം നൽകിയിട്ടും എന്താണ് തുടർ നീക്കങ്ങൾ നടക്കുന്നത് ഇതിൽ? ശ്രുതി, സമീർ ബിൻ കമാൽ എന്ന ആളാണ് ഇത് നടത്തിയത് എന്നതാണ്. അവരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ്. അവർക്കെതിരെ വില്ലേജ് ഓഫീസിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോയും കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1 ഏക്കറല്ല, ഏതാണ്ട് 1.25 ഏക്കറോളം വിസ്തൃതിയിലുള്ള വലിയ കുളമാണ് നികത്താൻ തുടങ്ങിയത് എന്നാണ്. ഏതാണ്ട് ഇപ്പോൾ 2 ഭാഗങ്ങളിലായി 25-30 സെന്റിനടുത്ത് ഇപ്പോൾ നികത്തിയിട്ടുണ്ട്. വലിയ തോതിൽ വെള്ളം നിൽക്കുന്ന ഒരു കുളത്തിലാണ് കെട്ടിടം പൊളിച്ച അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ മറ്റ് ചെളിയും എല്ലാം രാത്രിക്ക് രാത്രി ലോറിയിൽ കൊണ്ട് നിറച്ച് ആ കുളം നികത്താനുള്ള നീക്കം നടത്തുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ ഓക്സ്ഫോർഡ് സ്കൂളുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്നാണ് പറയുന്നത്. രാത്രിക്ക് രാത്രി അതുവഴി സ്കൂളിൻ്റെ പരിസരം വഴിയാണ് ഈ ലോറികൾ അകത്തേക്ക് വരുന്നതും അവിടെ മണ്ണ് നിക്ഷേപിക്കുകയും ചെയ്യുന്നത്. ഈ സമയവും വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. തിരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ കർശന നടപടിയിലേക്ക് ഇതുവരെ റവന്യൂ വകുപ്പോ പോലീസോ പോയില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അവിടെ ആ കുളം നികത്തി കഴിഞ്ഞാൽ, പൂർണ്ണമായി നികത്തിയാൽ വരുന്ന മഴയത്ത് ഉറപ്പായും ആ പ്രദേശങ്ങളിൽ ആകെ വലിയ വെള്ളക്കെട്ടുണ്ടാകും. സാധാരണ മഴയൊന്ന് കനത്ത് പെയ്താൽ വലിയ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശമാണ് മണക്കാട്, കമലേശ്വരം തുടങ്ങിയ ഭാഗങ്ങളിലെ പല ഏരിയകളും. ഈ കുളം കൂടി മൂടിയാൽ ആ പ്രദേശം ആകെ വെള്ളക്കെട്ടിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യും. 2008 നെൽവേൽ തണ്ണീർത്തട സംരക്ഷണ നിയമമനുസരിച്ച് ഇത്തരത്തിലുള്ള നിലങ്ങൾ, തണ്ണീർത്തടങ്ങൾ ഇതൊന്നും നികത്താൻ കഴിയില്ല. ഒരു ഭൂമിയും തൻ്റെ പേരിലില്ല എന്ന കാര്യം സാക്ഷ്യപ്പെടുത്തിയാൽ 5 സെന്റ് നികത്താനുള്ള അവകാശമുള്ളത് തീരെ മറ്റ് ഭൂമി ഇല്ലാത്തവർക്കാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ അതല്ല. അവരുടെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് വ്യാപകമായി നിലവും തണ്ണീർത്തടവും കുളവും നികത്തുന്നത്. ശ്രുതി, ശരി, വ്യക്തമാണ്. ടി.വി. പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.